നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. 2030 10 കോടി സന്ദർശകരെ രാജ്യത്തേക്ക് എത്തിക്കാനാണ് സൗദി അറേബ്യ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി സൗദി സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന വിനോദസഞ്ചാരികൾക്ക് കൂടുതൽ അവസരം ഒരുക്കുകയാണ് രാജ്യം. 2016 ആരംഭിച്ച സൗദി വിഷൻ 2030 പദ്ധതിയുടെ ഭാഗമായി ടൂറിസം വ്യവസായം വികസിപ്പിക്കുന്നതിനാണ് വിനോദസഞ്ചാരികൾക്ക് വിസ നടപടികൾ ഉദാരമാക്കുന്നത്. എണ്ണ കയറ്റുമതിയെ മാത്രം ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവത്കരിക്കുകയും ചെയ്യുക എന്നതാണ് വിഷൻ 2030 പ്രധാന ലക്ഷ്യം. ഇപ്പോൾ ടൂറിസ്റ്റ് വിസയ്ക്ക് പകരം വിസിറ്റ് വിസയിലൂടെയും പ്രവേശനം അനുവദിക്കുന്ന സംവിധാനത്തിന് കീഴിൽ പുതുതായി 8 രാജ്യങ്ങളെ കൂടി സൗദി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അൽബേനിയ, അസർബൈജാൻ, ജോർജിയ, കിർഗിസ്ഥാൻ, മാലിദ്വീപ്, ദക്ഷിണാഫ്രിക്ക, താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളെയാണ് ഇതിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് സൗദി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിലൂടെയോ സൗദിയിൽ പ്രവേശിക്കുന്ന സമയത്തോ പെർമിറ്റായി അപേക്ഷിക്കാം. ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് സൗദി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിലൂടെയോ സൗദിയിൽ പ്രവേശിക്കുന്ന സമയത്തോ പെർമിറ്റിനായി അപേക്ഷിക്കാം. സൗദിയിലെ വിമാനത്താവളങ്ങളിലോ തുറമുഖങ്ങളിലോ അതിർത്തി ചെക്ക് പോയിന്റുകളിലോ എത്തുമ്പോൾ വെബ്സൈറ്റിലൂടെ വിസയ്ക്ക് അപേക്ഷിച്ചാലും മതിയാകും. വിസിറ്റ് വിസയിൽ സൗദിയിൽ പ്രവേശിക്കുന്ന വിനോദസഞ്ചാരികൾക്ക് മക്കയും മദീനയും സന്ദർശിക്കാനും അനുമതിയുണ്ട്. ഹജ്ജ് സീസണിൽ ഒഴികെ മക്കയിലെത്തി ഉംറ നിർവഹിക്കാനാണ് അനുമതി. ഈ വിസയിൽ രാജ്യത്ത് പ്രവേശിക്കുന്ന ആളുകൾക്ക് വിനോദസഞ്ചാരത്തിന് പുറമെ ഉംറ നിർവഹിക്കുന്നതിനും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സന്ദർശിക്കുന്നതിനും ബിസിനസ് പ്രവർത്തനങ്ങൾ നടത്താനും അനുവാദമുണ്ടെന്നാണ് സൗദി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. സന്ദർശകർ വിസയിലെ താമസ കാലയളവ് നിർബന്ധമായും പാലിച്ചിരിക്കണം. മൾട്ടിപ്പിൾ എൻട്രി വിസകൾക്ക് താമസ കാലാവധി കുറവായിരിക്കും. താമസ കാലാവധി തീരുന്നതിന് മുൻപ് സന്ദർശകർ രാജ്യം വിട്ടില്ലെങ്കിൽ പിഴയൊടുക്കേണ്ടി വരും. സന്ദർശകർക്ക് രാജ്യത്ത് ജോലി ചെയ്യാൻ അനുവാദമില്ല. ഹജ്ജ് സമയത്ത് മക്കയിലേക്ക് പ്രവേശനവും അനുവദിക്കില്ല. വിസ കാലാവധി അവസാനിച്ച ശേഷമേ വിസ പുതുക്കാൻ കഴിയൂ. 3 ദിവസം മുൻപാണ് UK-യിലെയും നോർത്തേൺ അയർലൻഡിലെയും പൗരന്മാർക്ക് ഈ വിസ സംരംഭം ആരംഭിച്ചത്. ഈ വിസ സിംഗിൾ എൻട്രിക്ക് ബാധകമാണ്. 6 മാസമാണ് വിസ കാലാവധി. വിസ അനുവദിച്ചാൽ 90 ദിവസത്തിനുള്ളിൽ രാജ്യത്ത് എത്തണം. യാത്രാ തീയതിയുടെ 48 മണിക്കൂറിന് മുൻപ് അപേക്ഷ സമർപ്പിക്കണം. സൗദി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് സന്ദർശിച്ച് അപേക്ഷ പൂരിപ്പിക്കാം. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് സൗദി പൗരന്മാർക്ക് വിദേശത്തുള്ള സുഹൃത്തുക്കളെ വിസിറ്റ് വിസയിൽ ഉംറ തീർത്ഥാടനത്തിന് കൊണ്ടുവരാൻ അനുമതി നൽകിയിരുന്നു. ഇങ്ങനെ വരുന്നവർക്കും രാജ്യത്തെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കാം. സിംഗിൾ എൻട്രി, മൾട്ടിപ്പിൾ എൻട്രി വിസകൾ ഇങ്ങനെ ലഭിക്കും. സിംഗിൾ എൻട്രി വിസയ്ക്ക് 90 ദിവസമാണ് സാധുത. അതേസമയം മൾട്ടിപ്പിൾ എൻട്രി വിസയ്ക്ക് 1 വർഷം കാലാവധിയുണ്ട്. മൾട്ടിപ്പിൾ എൻട്രി വിസയുള്ള സന്ദർശകന് രാജ്യത്ത് പ്രവേശിച്ച് 90 ദിവസത്തിനുള്ളിൽ മടങ്ങിപ്പോയി വീണ്ടും വരാവുന്നതാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.